ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചിക്കൻ ഉമ്മുക്കുൽസുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും വാട്സപ്പിലൊക്കെ വരുന്നുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വാട്സപ്പിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉമ്മുക്കുൽസുവിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലൊരു ഭംഗി കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിത് പരീക്ഷിച്ച് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ രീതിയിലൊക്കെ ഉമ്മുക്കുൽസുവിൻ്റെ രൂപത്തിലൊക്കെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഉമ്മുക്കുൽസു എങ്ങനെ പേര് വന്നത്, അത് ആരാണ് ഫസ്റ്റ് തയ്യാറാക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ തയ്യാറാക്കി നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമുക്ക് വീട്ടിലുണ്ടാവുന്ന ആ ഒരു ചേരുവകൾ വച്ചിട്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഉമ്മുക്കുൽസു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫുൾ ചിക്കൻ നന്നായി തൊലിയില്ലാതെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കഴുത്ത് വേണ്ട കേട്ടോ, കഴുത്തും ഞാൻ കളഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ എല്ലാ ഭാഗത്തു കൂടി ഒരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളിലോളം പിടിച്ച് കിട്ടിക്കോളും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും കൈയും കാലും ഒക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 കാലും പിടിച്ചിട്ട് ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. എങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കാല് വിട്ടിട്ടോ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഉമ്മുക്കുൽസിനെ ഇരുത്തിയിട്ടാണ് ലാസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. ഞാൻ ഒരു നൂലെടുത്തിട്ടാണ് ഇത് കെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് 2 കാലും ഒരുമിച്ച് പിടിച്ച് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമല്ലി, അതായത് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇതുപോലെ തണ്ടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തണ്ട് പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടൊന്ന് വറുത്ത് വരണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ കരിയാതെ നല്ല രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ട് മസാല റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ചിക്കനിലൊരു കരിവ് ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു സവാള ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു വലിയ ബോൾ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. ഞാൻ ഇവിടെ 4 ചേർത്ത് കൊടുക്കുക, അത്യാവശ്യം എരിവുള്ള മുളകാണിത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, കൂടി പോകാൻ പാടില്ല. അപ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും. ഗരം മസാലപ്പൊടിയൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഈ മസാല നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാം. സുർക്ക ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് നേരത്തെ മസാല അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ ഒഴിച്ചിട്ട് ഡയറക്റ്റ് ഒന്നിച്ച് അരച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. അപ്പോൾ അതുപോലെ മാറ്റി കൊടുക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇതിലേക്കായിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം, ഒരു സവാളയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല ഇതുപോലെ തേച്ച് കൊടുക്കുക. നമ്മൾ വരയിട്ട് വെച്ചില്ല, അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. കൈൻ്റെ കാലിൻ്റെ ഒക്കെ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എങ്കിലേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ തന്നെ വെക്കണം കേട്ടോ. എങ്കിലേ കൂടുതൽ ടേസ്റ്റായിട്ട് നല്ല രീതിയിൽ മസാല പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ കൂടുതൽ അടിക്കരുത്. പിന്നെ ഫുള്ള് നമ്മുടെ നന്നായിട്ട് വെന്ത് നുറുങ്ങിപ്പോവും ചിക്കൻ്റെ പീസുകളൊക്കെ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണ്ട, ഒരു വിസിൽ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക കുക്കറിലാണെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ ഡയറക്റ്റ് പാനിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാൻ വെച്ച് കൊടുത്ത് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയായാലും ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടപ്പ് തുറന്നിട്ട് ഇടക്കൊന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലേ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വേവത്തുള്ളൂ. ആദ്യം നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറക്കുക, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ആദ്യം വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് വന്ന് ഉറപ്പായ സമയത്ത് നമുക്ക് ഒന്ന് മീഡിയം ഇടയ്ക്ക് ലോ ആക്കി ചേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ ഭാഗത്തും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സമയം എടുത്തിട്ടായാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ഇപ്പം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കുറച്ച് സവാളയൊന്ന് വഴറ്റിയെടുത്തിട്ട് ചെറുതായിട്ടൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 to 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും ഒരുപാട് വേണ്ട കേട്ടോ, കാരണം കുറച്ച് സവാള ഞാൻ വഴറ്റിയെടുക്കുന്നുള്ളൂ, കാരണം ഒരു ചിക്കനല്ലേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് നേരത്തെ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഒരു കുറച്ച് മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊരു ഉപ്പ് മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴന്നിട്ട് നന്നായിട്ട് വെന്ത് ഉടയുന്ന രീതിയിൽ തന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം മസാലയിലൊക്കെ അത്യാവശ്യം എരിവുള്ളതാണല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല നമ്മൾ കോരി വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൽ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മസാല ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും എന്നുള്ള ഇതിൽ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ മസാല ഒന്നും മുട്ടയിലേക്ക് പിടിച്ചിട്ടുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ മുട്ടയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല റെഡിയാക്കി വെച്ചത് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് ഈ മുട്ടയടക്കം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും ഇതുപോലെ. ഇപ്പം ഞാനിത് കണ്ടില്ലേ, മസാല ഫില്ല് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനെ ഉമ്മുക്കുൽസു ആക്കി എടുക്കണ്ടേ. ഒന്ന് ചെറിയൊരു അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉമ്മുക്കുൽസു ആക്കി എടുക്കാം കേട്ടോ, ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു ഉമ്മുക്കുൽസുവിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ചൊരു മല്ലിയില ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഈ മല്ലിയിലേക്ക് ഞാനിപ്പോൾ ഈ ചിക്കനെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയറോ എന്തെങ്കിലും സൈഡിലൂടെ ഒന്ന് ബാക്കിലൂടെ ഒന്ന് കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഇരുത്തി കൊടുത്തിട്ടില്ല, അല്ലാതെ ഇതിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ആയിട്ട് സവാളയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും ചെയ്യാം കേട്ടോ, ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതുപോലെ സവാളയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉമ്മുക്കുൽസിന് ഒരു മുഖം വേണ്ടേ, അതിനായിട്ട് ഞാനിവിടെ ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 2 കണ്ണ് വെച്ച് കൊടുക്കാം. കണ്ണൊരു ഗ്രാമ്പ് എടുത്തിട്ട് 2 സൈഡിലൊന്ന് കണ്ണിൻ്റെ ആ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ. ഇനി നമുക്കൊരു മൂക്ക് വേണ്ടേ, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു ഒന്ന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഗ്രാമ്പൂവിൻ്റെ ആ കുരു പോലത്തെ ഭാഗം ഒന്ന് കളഞ്ഞിട്ട് ഒരു മൂക്കിൻ്റെ ഷേപ്പായല്ലോ ഇപ്പോൾ ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതിനെ ഒരു ചുണ്ട് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു മുഖത്തിൻ്റെയൊക്കെ രൂപം നമ്മൾ കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ പിടിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു മുഖത്തിൻ്റെ ഒരു രൂപമായിട്ട് വന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രൂവറോ എന്താ പറയുക ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിളോ എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഒരു സ്റ്റിക്കായിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഉമ്മുക്കുൽസുവിൻ്റെ മുഖം ഈ ചിക്കനിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉമ്മുക്കുൽസുവിന് ചെറുതായിട്ടൊരു മാല റെഡിയാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില ഒരു നൂലിലൊന്ന് തുന്നിക്കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഉമ്മുക്കുൽസുവിന് മാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉമ്മുക്കുൽസുവിന് മാല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉമ്മുക്കുൽസുവിന് ഒരു സ്കാർഫ് വേണ്ടേ, ഒരു തട്ടം, അതായത് അപ്പോൾ ചെറുതായിട്ടൊരു തട്ടം, അതിന് ഞാനിപ്പോൾ ഒരു ഫോയിൽ എടുത്തിട്ടുണ്ട് ചെറിയ പീസ്. അതൊന്ന് തട്ടത്തിൻ്റെ ഷേപ്പ് ഞാനൊരു ചെറുതായിട്ടൊരു തട്ടത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ക്യൂവറോ ഒരു ഇർക്കിളോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് തട്ടൊന്ന് കുത്തി കൊടുക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ സൈഡിൽ കൂടി ഒന്ന് ഒരു ഹോൾസ് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇർക്കിൾ സ്ക്യൂവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് തട്ട ഇതുപോലെ മുന്നിൽ കോണൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമേ, ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് ബാക്കും ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ഉമ്മുക്കുൽസുവിനെ നല്ല മൊഞ്ചത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.